ആത്മീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് സ്വപ്നം, ദർശനം, ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ. ഈ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ആത്മീയ നേതാക്കൾ പോലും ജനത്തെ വഴിതെറ്റിക്കുകയും അവരിൽ നിന്ന് പണവും മറ്റു കാര്യങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ എന്താണ് സ്വപ്നം, എന്താണ് സ്വപ്ന വ്യാഖ്യാനം, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ദൈവത്തിൽ നിന്നാണോ അതോ പിശാചിൽ നിന്നാണോ ഇതെല്ലാം വരുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് അതിനെപ്പറ്റി ആഴമായി ചിന്തിച്ച് പഠിക്കാം. ദാനിയേൽ 8-ാം അധ്യായത്തിൽ ദർശനമെന്ന പദം 10 പ്രാവശ്യമെങ്കിലും നാം കാണുന്നുണ്ട്. നമുക്ക് സ്വപ്നങ്ങൾ നൽകുവാൻ സാത്താനും സാധിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും നല്ലവണ്ണം വിവേചിച്ചറിയുവാൻ നമുക്ക് ബുദ്ധിയുണ്ടായിരിക്കണം. നമ്മെ വഞ്ചിക്കുവാനുള്ള സ്വപ്നങ്ങളാണ് പിശാച് നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സ്വപ്നരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും നമുക്കെങ്ങനെ വിവേചിക്കുവാൻ കഴിയുമെന്ന് അതുകൊണ്ട് വളരെ പ്രധാനമായി നാം പഠിക്കേണ്ടതാണ്. മനസ്സിൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ദേഹിയുടെ, അതായത് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വപ്ന വ്യാഖ്യാനം, അതിൽ വ്യക്തമല്ലാത്ത കലങ്ങി മറിഞ്ഞ് കാണപ്പെടുന്നവ ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 33-ാം വാക്യം ഇതിന് ആധാരമാണ്. ദൈവം ഒരു സ്വപ്നത്തിലൂടെ സംസാരിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിരിക്കും. കലക്കമുണ്ടാക്കുന്ന ഒരു സ്വപ്നവും വിശ്വസിക്കരുത്. ആത്മീയ ജീവിതം തുടരുവാൻ കഴിയുമോ എന്ന ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം, സാത്താനെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം മുതലായവ തെറ്റായ ഭയങ്ങളാണ്. ഇവ നമ്മിലേക്ക് ഉളവാക്കുകയോ അഥവാ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അധൈര്യവും കലക്കവും കൊണ്ടുവരികയും ചെയ്താൽ ആ സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവയല്ല. എന്നാൽ ഒരു സ്വപ്നം ഭയപ്പെടുത്തുന്നതായിരുന്നാലും നിങ്ങൾക്ക് ദൈവഭയം നൽകുന്നതും ദൈവത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും അടുത്ത് ചെല്ലുവാനും ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നതുമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നമാണ്. കാരണം ദൈവത്തിൽ നിന്ന് വരുന്നവയിൽ ജീവനും വെളിച്ചവും പ്രോത്സാഹനവും എപ്പോഴും ഉണ്ടായിരിക്കും. മാത്രമല്ല, ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു സ്വപ്നവും ദൈവത്തിൽ നിന്നുള്ളതല്ല. എല്ലാ സ്വപ്നവും അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ വചനത്തിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം വരുന്നത്, അതിൻ്റെ ആശയങ്ങളും കാഴ്ചകളും വരുന്നത്. അങ്ങനെയെങ്കിൽ വചനവിരുദ്ധമായ സ്വപ്നങ്ങൾ മുഖാന്തരം സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് പരമാർത്ഥികളായ ദൈവമക്കൾ സത്യം വിട്ട് അകന്നുപോയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വപ്നത്തിന് മറ്റ് കാരണങ്ങളുമുണ്ട്. കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നം ജനിക്കുന്നു എന്ന് സഭാപ്രസംഗി 5:3 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ ദുഃഖിക്കുന്തോറും നിങ്ങൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണുവാനുള്ള സാധ്യതയുണ്ടെന്ന് GNB ട്രാൻസ്ലേഷൻ ഇതേ വാക്യം പറയുന്നു. എപ്പോഴും ദുഃഖിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൂടെ കൂടെ സ്വപ്നങ്ങൾ കാണുവാൻ സാധ്യത വളരെയാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഒന്നും തന്നെ ദൈവത്തിൽ നിന്നുള്ളതല്ല. സ്വപ്ന ബഹുത്വത്തിലും വാക്കു പെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്. സഭാപ്രസംഗി 5:7. നമ്മുടെ തന്നെ മനസ്സിൻ്റെ പല ചിന്തകളും മനസ്സിൻ്റെ പല ദുഃഖങ്ങളും വ്യാകുലതകളും സ്വപ്ന രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാണ് ശലോമോൻ ജ്ഞാനി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഭയപ്പെടുത്തുകയും അധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്വപ്നങ്ങൾ കൂടെ കൂടെ കണ്ടിട്ട് അവ ദൈവത്തിൽ നിന്നാണോ അതോ സാത്താനിൽ നിന്നാണോ എന്നറിയാതെ നിങ്ങൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ സ്വപ്നത്തിലൂടെയല്ല,
മറിച്ച് ദൈവവചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് കർത്താവിനോട് നാം അപേക്ഷിക്കേണ്ടതുണ്ട്. നിശ്ചയമായി ദൈവം നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അവൻ്റെ വചനത്തിന് ചെവി കൊടുക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതായത്, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സങ്കീർത്തനം 119:89. അതിന് യാതൊരു മാറ്റവുമില്ല. സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിക്കരുതേ എന്ന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിച്ച ശേഷവും നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ ആ സ്വപ്നങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. സ്വപ്നങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വപ്നം കാണിക്കൽ സാത്താൻ മതിയാക്കും. പഴയ നിയമകാലത്ത് സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അക്കാലത്ത് എഴുതപ്പെട്ട ദൈവവചനമോ പരിശുദ്ധാത്മാവ് എന്നേക്കും കൂടെ വസിക്കുന്ന അനുഭവമോ പഴയ നിയമ ഭക്തന്മാർക്ക് ഇല്ലാതിരുന്നു. എന്നാൽ ഈ പുതിയ നിയമകാലത്ത് മാറ്റമില്ലാത്ത ദൈവവചനം വഴികാട്ടിയായി നമുക്കുണ്ട്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എബ്രായർ 1:1-2 വാക്യങ്ങൾ. പുതിയ നിയമകാലത്ത് തൻ്റെ വചനത്തിലൂടെ നമ്മോട് നേരിട്ട് സംസാരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കർത്താവ് ചിലപ്പോൾ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും നമ്മോട് സംസാരിക്കും എന്നത് ശരി തന്നെ. എന്നാൽ ദൈവവചനത്തിന് മുൻതൂക്കം നാം കൊടുക്കണം. ദൈവവചനത്തോട് യോജിക്കാത്തവയെ ദൈവിക നടത്തിപ്പായി അംഗീകരിക്കരുത്. അത് ഏത് ആത്മീയ നേതാക്കൾ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവവചനത്തോട് യോജിക്കാത്തവ ദൈവിക നടത്തിപ്പായി ഒരിക്കലും അംഗീകരിക്കരുത്. നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ദർശനം ലഭിച്ചാലും അതനുസരിച്ച് ഉടനെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം സദൃശവാക്യം 11-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മന്ത്രിമാരുടെ, അതായത് ആലോചനക്കാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുമായി കൂടി ഒന്ന് ആലോചിക്കുക. ഉദാഹരണത്തിന്, മഖദോന്യയിൽ പോകുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പൗലോസിനൊരു ദർശനമുണ്ടായി. എന്നാൽ ദൈവം എനിക്ക് ദർശനം നൽകിയിരിക്കിയാൽ ഞാൻ പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞില്ല. അതിനു പകരം അവൻ മറ്റ് വിശുദ്ധന്മാരുമായി കൂടി ആലോചിക്കുകയും അവരെല്ലാവരും സമ്മതിച്ച ശേഷം മാത്രം അവിടേക്ക് പോകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു, ഞങ്ങൾ പുറപ്പെടുവാൻ ശ്രമിച്ചു എന്ന വേദഭാഗം ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും സ്വപ്നമോ ദർശനമോ ഉണ്ടായാൽ, പ്രത്യേകിച്ച് അത് മറ്റുള്ളവരെയും ബാധിക്കുന്നതാണെങ്കിൽ, മറ്റ് വിശുദ്ധന്മാരോട് കൂടി ആലോചിച്ച് ശരിയായ നടത്തിപ്പ് പ്രാപിക്കുന്നതാണ് എപ്പോഴും ഉചിതം.